വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ട് മാച്ചുകളെ കുറിച്ചാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡും അതുപോലെ തന്നെ ചെൽസി വേഴ്സസ് ഇപ്സ്വിച്ച് ടൗണും. അപ്പോൾ രണ്ട് മാച്ചിനെ കുറിച്ചും കുറേ കാര്യങ്ങളൊന്നും പറയാനില്ല, കാരണം രണ്ട് മാച്ച് ഏകദേശം ഒരേ ടൈം വന്നുകൊണ്ട് ഇങ്ങനെ 50-50 വെച്ചിട്ടാണ് കണ്ടത്. അപ്പം അറിയാമല്ലോ, നമ്മൾ ഫുൾ മാച്ച് ഇത് കുത്തിരുന്ന് കാണുവാണെങ്കിൽ നമുക്ക് മാച്ചിനെ കുറിച്ച് ഒരു ഇതെല്ലാം ഐഡിയ കിട്ടും. പക്ഷേ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മിസ്സായി പോകും. അപ്പോൾ അതാണ്. അപ്പോൾ യുണൈറ്റഡ് മാച്ചിനെ കുറിച്ച് ഫസ്റ്റ് നമുക്ക് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ആ മാച്ചാണ് കുറച്ച് അധികം കണ്ടത് ഞാൻ. ഓക്കെ, അപ്പം 2-0 ന്യൂകാസിൽ യുണൈറ്റഡിനോട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റിട്ടുള്ളത്. അപ്പോൾ ന്യൂകാസിലിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസാണ് അവർ ടീം ടോട്ടലി. ഇപ്പം നമ്മളിപ്പോൾ റീസെൻറ്റ് മാച്ചസൊക്കെ നോക്കുകയാണെങ്കിൽ അവർ അവസാനത്തെ 4 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എല്ലാ മാച്ചിലും അറിയാലോ അവരുടെ ഒരു ഇൻറ്റൻസിറ്റി ലെവല്, അവരുടെ ഒരു പ്രസ്സിങ് ഒക്കെ മാച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണൻസിന് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എസ്പെഷ്യലി മിഡ്ഫീൽഡിലുള്ള ആ ഒരു സാൻഡ്രോ ടൊണാലി ആൻഡ് ഗുമേറസ് കോംബോ ഒരു രക്ഷയില്ലാത്തൊരു കോംബോ ആണത്. ഗുമേറസിൻ്റെ ഒരു മിഡ്ഫീൽഡിലെ അഗ്രഷൻ, ബോൾ വിൻ ചെയ്യുന്ന ഒരു സ്റ്റൈല്, ആൾ പിന്നെ എന്താ പറയുക, ഫാൻസിനോട് കാണിക്കുന്ന ആക്ഷൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു രക്ഷയില്ല. എസ്പെഷ്യലി സെൻറ്റ് ജെയിംസ് പാർക്കിൽ കളിക്കുന്ന സമയത്ത് ഗുമേറസ് വേറൊരു മൂഡിലാണ് കളിക്കുക. ആൾ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലെയറാണ്. ആളുടെ ഫിസിക്കാണെങ്കിലും ആളുടെ അഗ്രഷൻ ആണെങ്കിലും മിഡ്ഫീൽഡിൽ അറിയാലോ, ആൾ ഫിസിക്കലിയൊക്കെ വെൽ ബിൽറ്റാണ്. സോ ഒരു അടിപൊളി പ്രൊഫൈലാണ്. ഇപ്പം നിലവിൽ സിറ്റിയൊക്കെ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് പരിഹരിക്കാൻ പറ്റിയൊരു പ്രൊഫൈലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രൂണോ ഗുമേറസ് എന്ന് പറയുന്നത്. ആളുടെ ലോങ് ബോൾസ്, നല്ല ഇസാക്കിനൊക്കെ നല്ല കിടിലൻ ലോങ് ബോൾസ് പല തവണ ചങ്ങായി വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചിലതൊന്നും ഇസാക്കിന് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ പോയി. അതുപോലെ തന്നെ സാൻഡ്രോ ടൊണാലിയെ ഡീപ്പിൽ നിന്നുകൊണ്ട് അടിപൊളി കളിയാണ് കളിക്കുന്നത്. ആൾ ബോൾ വിൻ ചെയ്യുന്നുണ്ട്. ആൾ ഗുമേറസിനായിട്ട് പെർഫെക്റ്റ് കോംബോയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഗുമേറസ്, സാൻഡ്രോ ടൊണാലി പ്ലസ് ആ ഒരു ജോലിൻടൺ വരുന്ന സമയത്ത് അടിപൊളിയാണ് അവരുടെ മിഡ്ഫീൽഡ്. അവർ തമ്മിലുള്ള ലിങ്കപ്പ് പ്ലേ ഒരു രക്ഷയില്ല. ലിങ്കപ്പ് പ്ലേ എന്നാണ് ശരിക്കും നല്ലൊരു ചാൻസ് ആർക്ക് കിട്ടിയത്, ടൊണാലിക്ക് കിട്ടിയത്. പക്ഷേ അത് ടൊണാലി മിസ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ ന്യൂകാസിൽ വീണ്ടും നല്ല കിടിലൻ ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ടോപ്പ് 4ലേക്ക് എത്തുന്നൊരു കാഴ്ചയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഗോൾ അടിച്ചു. ഫസ്റ്റത്തെ ഗോൾ അടിച്ചത് ഇസാക്കാണ്. സെക്കൻഡത്തെ ഗോൾ അടിച്ചത് ആരാണ്? ജോലിൻടൺ ആണ്. ഡിസേർവിങ് ആയിരുന്നു, ഡിസേർവിങ് ആയിട്ടുള്ള വിക്ടറിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നിയത് അവന്മാർ ന്യൂകാസിൽ ട്രെയിനിങ് സെഷൻ കളിക്കുന്ന പോലെ തോന്നിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂളായിട്ട്, അത്രയും കാമായിട്ട് അവരെന്താണ് ജസ്റ്റ് യുണൈറ്റഡിനെ ടോയ് ചെയ്യാന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഗോൾ എങ്ങനെയാണ് വന്നത്? യുണൈറ്റഡ് ഫസ്റ്റ് ഗോൾ കൺസീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസാക്കിൻ്റെ ഹെഡറാണ്. അവിടുന്ന് ലൂയിസ് ഹാള ക്രോസ് കൊടുക്കുന്നു. ഇസാക്ക് അത് അടിപൊളിയായിട്ട് ഹെഡ് ചെയ്തിട്ട് പോസ്റ്റിലേക്ക് കയറ്റുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇസാക്കിന് വേണമെങ്കിൽ ആ ബോളൊന്ന് ജസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് ഒരു ജഗ്ൾ ചെയ്ത് ഹീലോണ്ട് ഉള്ളിലേക്ക് തട്ടിയിടായിരുന്നു. അത്രയും സമയമുണ്ട്. കാരണം ആളടുത്ത് ഇസാക്കിനെ മാർക്ക് ചെയ്യേണ്ട പോലെ അവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഇസാക്കിൻ്റെ അടുത്ത് പോലും അങ്ങനെ ആളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. സോ അത്രയും പൂറായിട്ടുള്ള ഡിഫെൻഡിങ് ആണ് ആ ഗോൾ വഴങ്ങുന്ന സമയത്തൊക്കെ യുണൈറ്റഡ് കാണിച്ചിട്ടുള്ളത്. ഭയങ്കര മോശം ഡിഫെൻഡിങ് ആണ്. രണ്ടാമത്തെ ഗോൾ എങ്ങനെയാണ് വഴങ്ങുന്നത്? ലിസാൻഡ്രോ മാർട്ടിനസ് ആണ് അവിടെ ജോലിൻടൺ അടുത്തുണ്ടായിരുന്നത്. ജോലിൻടൺ ഈസി ആയിട്ട് ആളെ മേലെ പോയിട്ട് ഹെഡ് കുത്തി അത് സ്കോർ ചെയ്തു. അവിടെ ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ആൻ്റണി ഗോർഡൻ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഗോർഡൻ എങ്ങാനും ആണ്. ഓക്കെ, സോ 2 ഗോൾ അങ്ങനെ വഴങ്ങി. 2 ഗോളിലും ഡിഫൻസിൽ എല്ലാ പ്രശ്നങ്ങളും ഭയങ്കര വിസിബിളാണ്. ഇവരുടെ ഡിഫൻസ് ഭയങ്കര വീക്കാണ് യുണൈറ്റഡിൻ്റെ. അറ്റാക്കിൻ്റെ സൈഡ് പിന്നെ പറയും വേണ്ട, ഭയങ്കര മോശമാണ്. സിർക്സിനൊക്കെ ആ 2 ഗോൾ കൺസിഡർ ചെയ്ത സമയത്ത് തന്നെ പിൻവലിക്കുന്നുണ്ട്. ശരിക്കും സിർക്സിൻ്റെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പം സിർക്സിക്ക് ഭയങ്കര ബാഡായിട്ട് ഫീൽ ചെയ്യും. കാരണം മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബാഡാണ്. പക്ഷേ ചില സമയത്ത് അങ്ങനത്തെ ഡിസിഷൻ എടുക്കേണ്ടി വരും. സിർക്സി ഭയങ്കര മോശം കളിയായിരുന്നു. ഹോയ്ലൻഡ് മോശം കളിയായിരുന്നു. ചാൻസസ് കിട്ടി, കൺവേർട്ട് ചെയ്തിട്ടില്ല. പിന്നെ മിഡ്ഫീൽഡിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? എറിക്സൺ ആൻഡ് കാസമിറോ. ഈ 2 ആൾക്കും ന്യൂകാസിലിൻ്റെ പേസിന്, ന്യൂകാസിലിൻ്റെ പ്രസ്സിന്, ന്യൂകാസിലിൻ്റെ ആ ഒരു അഗ്രഷന്, ഇതിനൊക്കെ ഈ 2 ആൾക്കും അതിനെ മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? എസ്പെഷ്യലി കാസമിറോൻ്റെ കേസിലേക്കൊക്കെ വരുന്ന സമയത്ത് അറിയാം കാസമിറോ പ്രസ്സിന് വൾണറബിളാണ്. അറിയാം കാസമിറോക്ക് ആ ഒരു ഒന്നിനും മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നറിയാം. സോ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ അൺപ്രഡിക്റ്റബിളായിട്ടൊന്നും നടന്നിട്ടില്ല.
പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളെ നടന്നിട്ടുള്ളൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽക്കും. എസ്പെഷ്യലി ഈ കാസമിറോയും എറിക്സണൊക്കെ ഈ ഒരു മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു രക്ഷയില്ല. ഇപ്പോൾ ബ്രൂണോ ഉണ്ടെങ്കിലും കണക്കാണ്. ബ്രൂണോ ഫെർണാണ്ടസ് സസ്പെൻഡ് ആയിരുന്നു. ഉഗാർട്ടെ സസ്പെൻഡ് ആണ്. ഉഗാർട്ടെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മിഡ്ഫീൽഡിൽ ഒരു അനക്കമെങ്കിലും ഉണ്ടാക്കുമായിരുന്നു. അതായത് കാസമിറോനെ ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വരില്ലായിരുന്നു ഉഗാർട്ടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പം അതാണ് യുണൈറ്റഡിനെ കുറിച്ച്. അവസ്ഥ ഭയങ്കര പാത്തറ്റിക്കാണ്. 7 പോയിൻ്റ് അവേ ഫ്രം റെലഗേഷൻ. അവർ നിലവിലിരിക്കുന്നത് 14ാം സ്ഥാനത്താണ്. സോ യുണൈറ്റഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 14ാം സ്ഥാനത്ത് ഇരിക്കേണ്ട ഒരു ടീമല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ അമോറിമിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അമോറിമിന് വേണ്ട പ്ലെയേഴ്സോ അല്ലെങ്കിൽ അമോറിമ് വിചാരിക്കുന്ന ലെവലിൽ പെർഫോം ചെയ്യുന്ന പ്ലെയേഴ്സൊന്നും ഇവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ ഇല്ല. ഹോയ്ലൻഡ് ആണെങ്കിലും മോശം പെർഫോമൻസ്, സിർക്സി മോശം, മിഡ്ഫീൽഡ് മൊത്തം മോശം, ഡിഫൻസ് മോശം, നന്നായിരുന്ന പ്ലെയേഴ്സൊക്കെ മോശമായി വരുന്നു. സോ ഭയങ്കര ശോകമാണ് യുണൈറ്റഡിൻ്റെ അവസ്ഥ. നിങ്ങൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടൊരു കാഴ്ചയല്ലേ, അതായത് ട്രിപ്പിയർ ഈ കോർണർ ഡയറക്റ്റ് പോസ്റ്റിലേക്ക് തൂക്കാൻ വേണ്ടി നോക്കുക. അതായത് അത് അറിയാലോ, ന്യൂകാസിൽ യുണൈറ്റഡിൽ അത്യാവശ്യം വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഹൈറ്റുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഡാൻബേൺ ഉണ്ട്, അവിടെ ഇസാക്ക് ഉണ്ട്, ജോലിൻറ്റൺ ഉണ്ട്. ഇവരൊക്കെ ഉള്ള ഈ ഒരു ന്യൂകാസിൽ യുണൈറ്റഡ് ആ ടീമിലെ ഒരു പ്ലെയർ കോർണർ എടുക്കുന്ന സമയത്ത് ഈ പ്ലെയേഴ്സിന് ബോളിട്ട് കൊടുക്കാതെ ഡയറക്റ്റ് കോർണർ പോസ്റ്റിലേക്ക് അടിക്കാൻ നോക്കും. ട്രിപ്പിയർ 2 തവണ ട്രിപ്പിയർ നോക്കിയത്. 2 തവണ യുണൈറ്റഡ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അപ്പം ആ ഒരു കോർണർ കണ്ടാൽ തന്നെ അറിയാം യുണൈറ്റഡിൻ്റെ അവസ്ഥ. ഇങ്ങനെയൊക്കെ ഇവരോട് കളിച്ചാൽ മതി എന്നുള്ളൊരു ധാരണ പലപ്പോഴും മറ്റുള്ള ടീമുകൾക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ടാണ് ഫുൾ മാച്ച് ന്യൂകാസിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിലേക്കൊക്കെ എത്തുന്ന സമയത്തും ബ്രൂണോ ഗുമേറസിൻ്റെ വിളയാട്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് എല്ലാ മാച്ചിലും ആൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലൂയിസ് ഹാൾ അടിപൊളിയായിരുന്നു. ന്യൂകാസിൻ്റെ ഡിഫൻസ് അവർ സെറ്റായിട്ട് നിന്നിട്ടുണ്ട്. ലൂയിസ് ഹാൾ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ആൾ നന്നായിട്ട് ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ട്രിപ്പിയർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. സോ ന്യൂകാസിലിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു 10/10 പെർഫോമൻസ്. ഇനിയിപ്പോൾ അടുത്ത മാച്ചിലേക്ക് വരുന്ന സമയത്ത് ചെൽസി വേഴ്സസ് ഇപ്സിച്ച് എന്ന് പറയുന്നത് റെലഗേഷൻ സൈഡിൽ കിടക്കുന്ന ഒരു ടീമാണ്. അവർ ഈ വർഷം പ്രൊമോട്ടായി വന്നൊരു സൈഡാണ്. അവരോട് ചെൽസിക്ക് ഒരു തോൽവി കൺസീഡ് ചെയ്യേണ്ടി വന്നു. ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവസാനത്തെ 3 മത്സരം നോക്കുകയാണെങ്കിൽ ഒരു സമനിലയും 2 തോൽവിയും. കാരണം ഭയങ്കര വറിയിങ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇപ്പോൾ അവസാനത്തെ 3 മത്സരത്തിൽ തന്നെ അവർ ഏകദേശം 9 പോയിൻ്റ് എങ്ങാനും ഡ്രോപ്പ് ചെയ്തു. 2 മത്സരം തോറ്റു. 8 പോയിൻ്റ് എങ്ങാനും ഡ്രോപ്പ് ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അവർ 4ാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ അത്ര നല്ല അവസ്ഥയല്ല ചെൽസിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഡിഫൻസ് നമ്മൾ മുമ്പും പറഞ്ഞുള്ളതാണ്. ചെൽസിൻ്റെ ഡിഫൻസ് ഭയങ്കര പ്രശ്നമാണ്. അവിടെ ഇപ്പോൾ ഫൊഫാന ഒന്നും ഇല്ലെങ്കിൽ, അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഇപ്പോൾ ആക്സൽ ഡിസാസിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഡിഫൻസിൽ. ആക്സൽ ഡിസാസി നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആളൊരു ബ്ലണ്ടർ വരുത്തി. ഭയങ്കര കെയർലെസ് ആയിട്ടുള്ള ഒരു പാസ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു മിസ്റ്റേക്കാണ് 2ാമത്തെ ഗോളിന് വേണ്ടിയിട്ട് നമ്മുടെ ഇയാളടുത്ത് വന്നിട്ടുള്ളത്. അതായത് ആക്സൽ ഡിസാസിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഗോൾ കൺസിഡർ ചെയ്യുന്ന പെനാൽറ്റിയാണ്, അത് ഡെലപ്പാണ് അടിക്കുന്നത്. സെക്കൻഡ് ഗോളിന് അസിസ്റ്റ് കൊടുക്കുന്നത് ഡെലപ്പാണ്. സെക്കൻഡ് ഗോളിലേക്ക് നോക്കുന്ന സമയത്ത് ഡെലപ്പിന് ആ ഒരു ബോൾ കിട്ടി, ആൾ അടിപൊളിയായിട്ട് റൺ ചെയ്തു. നമ്മളെ അദർബായൊക്കെ മുമ്പിൽ ആളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, പ്രോപ്പറായിട്ടുള്ളൊരു കവർ അവിടെ ഉണ്ട്. പക്ഷേ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ ലിയാം ഡെലപ്പ് ഹാൻഡിൽ ചെയ്തത്. അങ്ങനെ അത് ഹച്ചിൻസൺ കൊടുത്തു. ഹച്ചിൻസൺ തന്നെയാണ് പേരുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഹച്ചിൻസൺ കൊടുത്തു. ആൾ പഴയ ചെൽസിൻ്റെ പ്ലെയറാണ്. അപ്പം ഹച്ചിൻസൺ അത് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്ത് സ്കോർ ചെയ്തു. അങ്ങനെ 2-0 ലീഡ് ഇപ്സ്വിച്ചിന് നേടാൻ വേണ്ടി കഴിഞ്ഞു. ചെൽസിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. അവർക്ക് കുറച്ച് ചാൻസുകൾ കിട്ടി, അത് അവർക്ക് കൺവേർട്ട് ചെയ്യാനും കഴിഞ്ഞില്ല. പറയുകയാണെങ്കിൽ കുറച്ച് നല്ല അറ്റംപ്റ്റുകൾ പാമറിൻ്റെ സൈഡിൽ നിന്ന്, പാമറിൻ്റെ ആ ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു, പാമറിൻ്റെ ആ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് എൻസൊക്കെ ഇടയ്ക്ക് കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അറിയാലോ, ഫൈനൽ തേർഡിലുള്ള ചാൻസുകൾ ചെൽസിക്ക് വേണ്ട പോലെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഇപ്സിച്ച് പോലൊരു ടീമിനെതിരെ ഡിഫൻസിൽ നിന്നും മിഡ്ഫീൽഡിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ ബോൾസ് കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ കയറി വന്ന് അടിച്ചു പോകും. അറിയാലോ, പ്രീമിയർ ലീഗിലെ റെലഗേഷൻ സൈഡ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത ഇതാണ്. നമ്മളൊരു മിസ്റ്റേക്ക് കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ക്യാപിറ്റലൈസ് ചെയ്യും. അത് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഒരു അറ്റാക്ക് എപ്പോഴും
അവർക്ക് അവിടെ സെറ്റായിരിക്കും. ഇപ്പോൾ ഏത് റെലഗേഷൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും പ്രീമിയർ ലീഗിലെ ഏത് ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതാണ്, നമ്മൾ മിസ്റ്റേക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പണിഷ് ചെയ്യപ്പെടും. എസ്പെഷ്യലി ചെൽസിൻ്റെ ഡിഫൻസ് ഓൾറെഡി വീക്കാണ്. ഇനിയിപ്പോൾ ഒരു മണ്ടത്തരം അവിടെ നിന്ന് ചെയ്തിട്ട് ആര് പോയി റിക്കവർ ചെയ്യും അറിയില്ല. പിന്നെ അറിയാമല്ലോ ചെൽസിൻ്റെ ഗോൾ കീപ്പറുടെ അവസ്ഥ അറിയാം. അവർക്ക് ഭയങ്കര ടോപ്പ് ക്ലാസ് ഗോൾ കീപ്പേഴ്സൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരു മാച്ച് ഇങ്ങനെ തിരിക്കാൻ പറ്റുന്നൊരു ഗോൾ കീപ്പറൊന്നും ചെൽസിൻ്റെ കയ്യിലില്ല. ഓക്കെ, അങ്ങനെ അവർ 2-0 തോറ്റു. പാത്തറ്റിക് ആയിട്ടുള്ളൊരു തോൽവി, പാത്തറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്. ഫൈനൽ തേർഡ് ആണെങ്കിലും ഡിഫൻസ് ആണെങ്കിലും പിന്നെ ഇപ്പോൾ മിഡ്ഫീൽഡ് ആണെങ്കിലും ടോട്ടലി നിരാശപ്പെടുത്തിയിട്ടുള്ളൊരു മാച്ചാണ് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് മാച്ച് കുറച്ച് ഹീറ്റായി, കുറേ ഉന്തും തള്ളും നമ്മൾ കണ്ടു. അവിടെ കോൾവില്ല് വലിയ കുഴപ്പമില്ലാതെ കളിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കോൾവില്ലിന് യെല്ലോ കാർഡ് കിട്ടുന്നുണ്ട്, എൻസോക്ക് യെല്ലോ കാർഡ് കിട്ടുന്നുണ്ട്, അതുപോലെ മാലോഗുസ്തോ വരുന്നുണ്ട്, മാലോഗുസ്തോക്ക് യെല്ലോ കാർഡ് കിട്ടുന്നുണ്ട്, കുറേ ഉന്തും തള്ളൊക്കെ നടക്കുന്നുണ്ട്. സോ അതാണ് ഇവർ ഇപ്സിച്ച് നന്നായിട്ട് കളിച്ചു. എസ്പെഷ്യലി ഡെലപ്പ് ഒരു ഗോള് ഒരു അസിസ്റ്റ്. ഡെലപ്പാന്ന് തോന്നുന്നു എനിക്ക് മാൻ ഓഫ് ദ മാച്ച്. സോ നല്ലൊരു പെർഫോമൻസ് ആണ് ഇപ്സിച്ചിൻ്റെ സൈഡിൽ നിന്ന് കണ്ടത്. ഹച്ചിൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവരുടെ ഡിഫൻസ് വെൽ സെറ്റിൽഡ് ആയിരുന്നു. അവരുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അടിപൊളിയായിട്ട് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഗോൾ കീപ്പർ അടുന്ന് കുറച്ച് ക്രൂഷ്യൽ സേവ് നമ്മൾ കാണുന്നുണ്ട്. ക്രൂഷ്യൽ സേവ് തന്നെയല്ലേ അവിടെ നിന്ന് തന്നെയല്ലേ ക്രൂഷ്യൽ സേവ് എങ്ങാനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. യെസ്, നമ്മുടെ പാമറിൻ്റെ ഷോട്ട് സേവ് ചെയ്തത് അത് ഒരു വല്ലാത്ത ക്രൂഷ്യൽ സേവ് ആയിരുന്നു. സോ ഇപ്സിച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു നൈറ്റ്. അവരിപ്പോൾ 18ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും റെലഗേഷൻസ് കൊണ്ട് പുറത്തേക്ക് ചാടണം. അപ്പോൾ പ്രീമിയർ ലീഗിൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. അതായത് ആ 1ാം സ്ഥാനത്ത് ഒറ്റയ്ക്കിരിക്കുന്ന ലിവർപൂൾ, അവരൊറ്റയ്ക്കിരിക്കുന്നു. ബാക്കി അടിക്ക് നോക്കുന്ന സമയത്ത് 2ാം സ്ഥാനം, 3ാം സ്ഥാനം, 4ാം സ്ഥാനം, 20th പ്ലേസ് എപ്പോൾ വേണമെങ്കിലും തെറിക്കാം. ഇപ്പോൾ വോൾസ് എപ്പോൾ വേണമെങ്കിലും ആ ഒരു റെലഗേഷൻ സൈഡിലേക്ക് വരാം. അപ്പം അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ട്. സോ അടാറ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്സിച്ച് ഇപ്പോൾ ചെൽസിനൊന്ന് അട്ടിമറിച്ചു. ഇങ്ങനെ ഒരുപാട് അട്ടിമറികൾ അപ്കമിങ് മാച്ചസിൽ നമുക്ക് കാണേണ്ടി വരും. സോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് യുണൈറ്റഡിനെ കുറിച്ചും ചെൽസിനെ കുറിച്ചും. രണ്ട് കൂട്ടരും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു സൈഡിൽ ആസ്റ്റൺ വില്ല വേഴ്സസ് ബ്രൈറ്റൺ, അത് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. എല്ലാ മാച്ചും ഇങ്ങനെ ഒരുമിച്ച് കാണാം. അപ്പോൾ അവിടെ സമനിലയായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ബ്രൈറ്റൺ നിലവിൽ 10ാം സ്ഥാനത്ത് എങ്ങാനുമാണ് ഉള്ളത്. എനിവേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈഡാണ്. ബ്രൈറ്റനെ കുറിച്ച് കുറച്ച് റിസർച്ച് നടത്തിയൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം. നോട്ടിംഗ്ഹാമിനെ കുറിച്ച് ചെയ്യണം. ഓക്കെ, അപ്പം അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.